ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ കെട്ടിട വിരുമ്പിയായിട്ട് ചെയ്യുന്നത് ഫോർ ട്രഡീഷണൽ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത മേക്കപ്പാണ് കേട്ടോ, ജസ്റ്റ് നമ്മുടെ ഐലൈനറൊക്കെ കൊണ്ടുതന്നെ. അപ്പോൾ ആദ്യം കോമ്പാക്ട് പൗഡർ ഉണ്ട് യൂസ് ചെയ്യണത്. ജാൻഡലിൻ്റെ പൗഡറുണ്ട് നമ്മളിടുന്നത്. അത് ഞാൻ വളരെ കുറച്ച് പൗഡർ ഇടാറുണ്ട്. ഇങ്ങനെ പുട്ടിയടിച്ച പോലെ പൗഡർ ഇടുന്ന ഇഷ്ടമല്ല. വളരെ കുറച്ച് എടുത്തിട്ട് അത് തൂത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ ഫേസിൽ ഇടാറുള്ളൂ, മിച്ചം വേണ്ടത്. അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്നും എഴുതാറുള്ള പോലെ ഐ പെൻസിൽ വെച്ചിട്ട് കണ്ണൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാണ്ട് എൻ്റെ മെയിൻ കണ്ണ് എഴുതുന്ന സാധനം. ഇത് വെച്ചിട്ട് ഞാൻ കണ്ണ് എഴുതാറുള്ളൂ. ഐലൈനറൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല. നിങ്ങൾ വീഡിയോസിൽ രണ്ടെണ്ണത്തിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഐ മേക്കപ്പ് ചെയ്യാറുള്ളത്. അങ്ങനെ രണ്ട് കണ്ണിലും എഴുതിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് തന്നെ ഉണ്ട്, അതിന് മൂടിയൊന്നും ഇല്ല കേട്ടോ. മൂടിയൊക്കെ പോയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞിട്ടുള്ള ഒരു ലാസ്റ്റത്തെ ലുക്ക് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ പേരത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ തീർന്നു എന്ന് തോന്നുന്നു കേട്ടോ. അതിൽ ഇപ്പോൾ അധികമൊന്നും മഞ്ഞുണ്ടായിരുന്നില്ല. അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ തന്നെ ഉണ്ടായിരുന്ന കുടാബുട്ടി, ഇതെങ്ങനെയാണ് ഞാൻ സ്ഥിരം ചെയ്യണത്. കുടാബുട്ടിയുടെ ഒരു ലിപ് ലൈൻ പെൻസിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ലിപ്പും ലൈനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതേപോലെ തന്നെ ഒരു കളർ കുറച്ചും കൂടി ഇത്തിരി കൂടി മിക്സ്ഡ് കളർ വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊന്ന് മാറാമെന്ന് വിചാരിച്ചു. നമ്മുടെ നോർമലി ഉള്ള ഡ്രസ്സ്. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നത് എനിക്ക് സാരി പിന്നെ എനിക്ക് വെക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ ലുക്കുള്ള ഒരു വേറെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പാറൂസ് ഉറങ്ങണമായിരുന്നു. അവൾ എൻ്റെ സൗണ്ടൊക്കെ കേട്ട് പിന്നെ എണീറ്റ് വന്ന് അവിടെ ഞാൻ വിളിച്ചാണ് സാധനങ്ങളൊക്കെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കിഴിപ്പെട്ടിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് എൻ്റെ മാല മാറ്റിയിട്ട് മാലയൊക്കെ എൻ്റെ ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞു ഇതൊക്കെ എൻ്റെ കല്യാണത്തിന് മുമ്പ് കണ്ട് 3-4 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന മാലയാണ്. കളറൊക്കെ പോയി ഞാൻ മീശോന്ന് വാങ്ങിച്ചിട്ടുണ്ടോ. ഇതിൻ്റെ തന്നെ ഒരു പതക്ക കമ്മലൊക്കെ ഉണ്ട്, അതൊക്കെ പോയി ചീത്തയിൽ പോയി. അങ്ങനെ മാല ഞാനപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തത് ഇതാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ വേറെ മാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോഴത്തെ മാലയൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ ഒന്നിൻ്റെ ഒരു കുറവ് തോന്നിയപ്പോൾ ഞാൻ പൊട്ടെടുത്ത് തൊട്ടു കേട്ടോ. അപ്പം എൻ്റെ ഉണ്ടായിരുന്നൊരു പൊട്ടെടുത്ത് പൊട്ട് തൊട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ആ പൊട്ട് മുഖത്തിന് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. ആ ഒരു ട്രഡീഷണൽ ഇതിന് നല്ല ചേരുന്നുണ്ടായിരുന്നു ആ പൊട്ട്. അപ്പോൾ പാറൂസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വെച്ചാൽ പാറൂസ് അവിടെ കട്ടിലിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൈ കൊടുത്തുകൊണ്ട് അതൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കണം. എന്നാലും ഇടയ്ക്ക് ഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാ, അങ്ങനെ ചെയ്യുക, അങ്ങനെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഹെയർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹെയർ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ 2 വീഡിയോസിൽ ഞാൻ അവിടെ സൈഡിൽ ഒരു ബട്ടർഫ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ ഈ പ്രാവശ്യം ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നമ്മുടെ മുകളിലൊരു ഹമ്പ് ചെയ്തിട്ട് കുളിപ്പിന്നിടണ പോലെ തന്നെ സ്ലൈഡ് കുത്താൻ. ഇതായിരുന്നു ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തിരുന്നത്. പിന്നെ പിന്നീട് ഞാൻ അവിടെ ഒരു ബട്ടർഫ്ലൈ ഒക്കെ കുത്താൻ തുടങ്ങിയത് കേട്ടോ. ഒരു ക്യൂട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലുള്ള നെറ്റിയുള്ളവർക്ക് ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര മുടി ഒഴിച്ചിലുണ്ട്. എനിക്ക് ഭയങ്കര മുടി ഒഴിച്ചെന്ന് വെച്ചാൽ ഭയങ്കര മുടി ഒഴിച്ചു. നല്ല താരനുണ്ട്. താരം പോലെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ നമ്മൾ കണ്ണാടിയിലൊക്കെ പോയി ഒന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ബേബി ഹെയർസിനെയൊക്കെ നമുക്ക് നെറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. ഞാൻ കുറേ ബേബി ഹെയർസൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വാരി ഇടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ചില പോസുകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അത് എൻ്റെ മാല ഊരിപ്പോണത് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. മാല ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ താഴോട്ട് ഊർന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ, ഫിറ്റ് അല്ലാതിരുന്നുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തായാലും മിററിൻ്റെ പോയി നിന്നിട്ട് നമ്മളിതേ ജസ്റ്റ് ഒന്ന് അങ്ങാടിങ്ങാടൊക്കെ പെയർ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കമ്മൽ നമ്മൾ മാറ്റാൻ മറന്നുപോയി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കമ്മൽ മാറ്റാൻ വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നൊരു ചിമിക്കി മോഡൽ റിങ് കമ്മലാണ് ഞാൻ യൂസ് ചെയ്തത്. കമ്മൽ കുരിയിട്ടുണ്ട്. കമ്മൽ കുരിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് മെറ്റൽ വരുന്ന ഒരു റിങ്ങിൻ്റെ കമ്മൽ പെയർ ചെയ്തിട്ടോ. പക്ഷേ അത് ഇത്ര മാച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. പാറൂസ് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാനാണ് തോന്നിയിട്ടോ. വേറെ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇട്ട് നോക്കാനുള്ള ഗ്യാപ്പൊന്നും എനിക്ക് അവൾ തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങാടി ഇങ്ങോട്ട് പിന്നെ അവർക്ക് കരയുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്നു. അപ്പോൾ ഞാനൊരു കിട്ടിയ കമ്മൽ എനിക്ക് മാച്ചാവുമെന്ന് തോന്നിയ കമ്മലെടുത്ത് ഞാൻ ഇട്ടു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ. ഇതേ ഇപ്പോൾ ഫൈനൽ ലുക്ക് ചെയ്താണ്. അപ്പോൾ ടാറ്റാ ബൈ.